ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതാ ഒരു പെട്ടിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെട്ടിയിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചിട്ട് വെച്ചാണ് കേട്ടോ, മേടിച്ച എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുറന്ന് ഓരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. ഇത് നമ്മുടെ ക്രിസ്മസ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ക്രിസ്മസിന് തൊട്ട് മുന്നാണ് കേട്ടോ ദുബായിൽ പോയത്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചുള്ളതാണ്. അപ്പോൾ അതിൽ സിൽവർ ബോൾസും ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡനും ഉണ്ട്. ഗോൾഡ് ഇതിൽ നമുക്ക് എല്ലാ സാധനവും ഉണ്ട്. ബെല്ലുണ്ട്, അതുപോലെ തന്നെ ആ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, പിന്നെ ആ പൈൻ്റെ ആ സംഭവമില്ലേ അതുണ്ട്, അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ് എന്നെഴുതിയ സംഭവം. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോക്സ് മേടിച്ചു. പിന്നെ ഈ ഒരു സിൽവർ മേടിച്ചു കേട്ടോ. ഒക്കെ 8, 10 അങ്ങനെയുള്ളൂ കേട്ടോ. പിന്നെ അടുത്തൊരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം, ഒരു ഡയറിയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഈ സീക്വൻസ് ഇതായിട്ടുള്ള ഒരു ഡയറി കേട്ടോ. കുട്ടികൾക്കൊക്കെ ആവും ചിലപ്പോൾ ഇത് ഇഷ്ടമാവും, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. പല ഡിസൈൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു മോളുടെ ഒരു പിക്ചർ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കളിച്ചിരിക്കുക അല്ലേ. കുറച്ച് സ്ട്രെസ്സൊക്കെ വന്നാലോ, അല്ലെങ്കിൽ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുക നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്കിങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസൊക്കെ കാണുമ്പോൾ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഹോബി കൂടി ഉണ്ട്. ഇതിൽ ചിലപ്പോൾ ഞാൻ ഒന്നും എഴുതില്ല, പക്ഷേ ഒരു ഡയറിയാണ് കേട്ടോ. ഇത് 10 റിയാൽ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ഫയൽ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഫയല് പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് യൂസ്ഫുള്ളായൊരു സംഭവമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് മേടിച്ചു എന്ന് മാത്രം കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബുക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് റീയൂസ് ചെയ്യാനും ഒക്കെ നല്ലതാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഫയൽ മേടിച്ച്. പിന്നെ അതൊരു ടോയ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ടോയ് ആണ് കേട്ടോ ഡേ ടു ഡേയിലുള്ളത്. നമ്മൾ വില പോലെയല്ല, നല്ല സാധനം തന്നെയാണ്. ഈ സെയിം സാധനം നമുക്ക് ഷോപ്പിൽ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഹെയർ ബൺസ് മേടിച്ചു. ഇത് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ, വേറെ ഒന്നിനുമല്ല. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വൈറ്റും റെഡും ബ്ലാക്കും എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ആഹാ, ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ഒരു സംഭവം, ഇത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. ഞാൻ ആ ഒരു ബണ്ണ് മാത്രം കണ്ടിട്ട് എടുത്തതാണ്. ഒന്നുകൂടെ ഒന്ന് തപ്പി നോക്കാം കേട്ടോ. ഇനി ഉണ്ടോ നോക്കട്ടെ ഇതിൽ. ഇനിയില്ല കേട്ടോ, 2 എണ്ണേ ഉള്ളൂ. കുറേ ബണ്ണുകളുണ്ട്, ബ്ലാക്കും വൈറ്റും ഒക്കെ. പിന്നെ 2 ഇതേപോലത്തെ സംഭവം കിട്ടി കേട്ടോ. അപ്പം നല്ല ലാഭമല്ലേ ഇത്. നല്ല ബലമൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു കേക്കട പറയുന്ന സംഭവം, ആ ക്ലിപ്പ്. അപ്പോൾ ഇത് നല്ല ഒരുപാട് ഹെയർ ബേൺസും ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തലയിൽ വിടാം, പിന്നെ നമ്മുടെ ക്രാഫ്റ്റും ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് 8 റിയാൽസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ലാഭമാണ് 2 ഇതും ആയിട്ട്. പിന്നെ ഒരു പെന്നാണ് കേട്ടോ, ജസ്റ്റ് മോൻ മേടിച്ചാണ് അവിടെ കണ്ടപ്പം. പിന്നെ ഇതാണ് നമ്മുടെ ഒരു സംഭവം. ഇത് നമ്മുടെ ടേപ്പ് ഡിസ്പെൻസറാണ്. ഇതേപോലെ ടേപ്പ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാം. ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടേപ്പ് ഇടുക. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, നമ്മുടെ ടേപ്പും ഇതും തമ്മിലുള്ള സൈസ് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. ശരിക്കും നമുക്കത് ഉള്ളിലോട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനും അധികം റേറ്റൊന്നും ഇല്ല. 7 റിയാൽസാണ് ഈ ഒരു ഡിസ്പെൻസറിനുള്ളൂ കേട്ടോ. ഇതും വന്നിട്ട് ഒരു ടേപ്പ് ഡിസ്പെൻസർ തന്നെയാണ്. ഇത് കുറച്ചുകൂടി വലിയ ടൈപ്പ് ഓഫ് ടേപ്പ് ഇല്ലേ, നമുക്ക് പെട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാർഡ്ബോർഡ് ബോക്സൊക്കെ ഇതാക്കാൻ, അതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ LED സ്ട്രിപ്സ് ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് നമുക്ക് ക്രാഫ്റ്റും ചെയ്യാം. അതുപോലെ തന്നെ മോന് സ്കൂളിലേക്കൊക്കെ പ്രോജക്റ്റൊക്കെ വരുമ്പോൾ ലാസ്റ്റ് ടൈമിൽ എനിക്ക് ഒരുപാട് ഞാൻ അന്വേഷിച്ച് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് എല്ലാം ഉണ്ട്. നമുക്ക് USB കുത്തിയിട്ട് ചെയ്യാം, റിമോട്ട് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്രാഫ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് സ്ട്രിപ്സ് ഉണ്ട്, പക്ഷേ ഈ ഒരു കണക്ഷൻ സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് മേടിച്ചത്. 15 ആണ് കേട്ടോ അതിന്. പിന്നെ കുറച്ച് പെന്നിൻ്റെ കളക്ഷൻസ് മേടിച്ചു. ഇതൊരു ജെൽ പെന്നിൻ്റെ സെറ്റാണ്. 24 പീസസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ 15 ദിർഹംസാണ് കേട്ടോ ഇതിന് വന്നത്. 24 പീസസ് 15 ദിർഹംസിന് ജെൽ പെൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് മേടിച്ചത്. ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ യൂണിബോൾ പെന്നാണ്. ഒറിജിനൽ യൂണിബോൾ ആണോ എന്ന് അറിയില്ല. എന്താ വെച്ചാൽ യൂണിബോളിൻ്റെ പെന്നിന് തന്നെ ഒരെണ്ണത്തിന് തന്നെ 8 റിയാൽസൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു 6 പീസസ് ഉണ്ടായിരുന്നു. 6 അല്ല തോന്നുന്നു, 8 പീസസോ മറ്റേ ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും കൂടി 10 ദിർഹംസോ മറ്റേ ആയിട്ടുള്ളൂ. പിന്നെ ഇത് ഒരു കാട്രിഡ്ജ് പോലെയുള്ളൊരു പെന്നാണ് കേട്ടോ. അതും നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ട്. 2 പെന്നും അതുപോലെ തന്നെ 6 കാട്രിഡ്ജും ഉണ്ട്. പിന്നെ അത് ഫില്ല് ചെയ്യുകയും ചെയ്യാം നമുക്ക്. ഇത് വൈറ്റ്നർ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മോന് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് അത്യാവശ്യം ഇതൊക്കെ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് ഒരു സംഭവം. ഇത് നമ്മുടെ പെഡിക്യൂറിനും മാനിക്യൂറിനൊക്കെ ഉള്ളൊരു സെറ്റാണിത്. അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ഈ ഒരു ബാഗ് പോലത്തെ സംഭവം കണ്ടിട്ട് മേടിച്ചാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ബോക്സ് പോലത്തെ സംഭവമാണെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ വളരെ ഈസിയാണ്. അല്ലാണ്ട് ബോക്സ് ആകുമ്പോൾ നല്ല ഒരു ബുദ്ധിമുട്ടുണ്ട് കൊണ്ടു നടക്കാൻ, പൊട്ടിപ്പോകുന്നൊക്കെ. തുറന്നു നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇതേപോലെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതിൽ. ഇനി ഇതേപോലെ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബാഗായിട്ട് നമുക്കിങ്ങനെ കിട്ടും. കണ്ടോ, നമ്മുടെ ബാഗിലൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ പെട്ടിയിലായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ട്രാവൽ പൗച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ. ഈ ഒരു ബാഗിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ എടുത്തത്. ഓക്കെ, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു അധികമൊന്നുമില്ല, 10 ദിർഹംസിന് താഴെയാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ഫയൽ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ സിബ് പോലെയുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ നല്ല റേറ്റാണ്. അപ്പോൾ അതിലും കുറവ് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചു, അത്രേ ഉള്ളൂ. 2-3 മേടിച്ചു കേട്ടോ. ഒക്കെ യൂസ് ചെയ്തു. പിന്നെ ഇതൊരു കുറച്ച് ഹെയർ ക്ലിപ്സ് ആണ്. ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഴയതാണ്, സിസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ, മക്കളുടെയാണ് കേട്ടോ. ഇത് പിന്നെ കുറച്ച് പുതിയ ക്ലിപ്സൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ മേടിച്ചു. നാട്ടിലൊക്കെ പോകുമ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാമല്ലോ, അപ്പോൾ അതിന് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മക്കൾ ഗേൾസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ഇപ്പോൾ 5 റിയാൽസ് 10 റിയാൽസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ ഇതെടുത്തത് ക്രിസ്മസ് തീമിലാണ്. പിന്നെ ഇത് നമ്മുടെ ബ്രഷാണ് കേട്ടോ. ഇതിൽ കണ്ടോ എല്ലാ ടൈപ്പ് സൈസുള്ള ബ്രഷസും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ നല്ലതാണ്. ഞാനിവിടെ ഒരു ബ്രഷ് തന്നെ നോക്കിയപ്പോൾ ചെറുതിന് തന്നെ 5 റിയാൽസൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ എനിക്ക് തോന്നുന്നു 10 റിയാൽസ് 12 റിയാൽസിന് ഫുൾ സെറ്റ് കിട്ടി. അപ്പോൾ അത് മേടിച്ചു. ഇത് നമ്മുടെ പെഡിക്യൂർ സെറ്റാണ്. അപ്പോൾ അത് ജസ്റ്റ് മേടിച്ചതാണ്. പിന്നെ അത് പെൻസിൽ ലിഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്ലൂ ഗൺ സ്റ്റിക്കാണ്. ഇത് പല സൈസസിലുള്ള സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കും എനിക്ക് 5 റിയാലിന് 12 പീസ് കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ മേടിക്കുന്ന ഷോപ്പിനേക്കാളും നല്ല റേറ്റ് കുറവാണ് കേട്ടോ. പിന്നെ കുറച്ച് ചപ്പൽ, ആ ഒരു ചപ്പൽ വേറെ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഇതും നമ്മൾ ഡേ ടു ഡേ എന്ന് മേടിച്ചാൽ നല്ല ഇഷ്ടമായിട്ടോ എനിക്ക്. അങ്ങനെ മേടിച്ചാണ്. നാട്ടിൽ അനിയത്തിയുടെ മകൾക്കൊക്കെ കൊടുക്കാൻ മേടിച്ചാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ടേപ്പാണ്. ഇതും നല്ല റേറ്റ് കുറവാണ്, 5 റിയാലിന് താഴെയുള്ളൂ. പിന്നെ കുറച്ച് നമ്മുടെ ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ചു. ഇതെന്താണ് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ലേസിന് പകരം യൂസ് ചെയ്യാം എന്നുള്ളതിൽ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനത്തെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 3 സ്പൂണ് മേടിച്ചു. ഇത് ഡേ ടു ഡേയിലല്ല കേട്ടോ. ഇത് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ഉണ്ടല്ലോ, അവിടെ പോയപ്പോൾ മേടിച്ചാണ്, ആഫ്രിക്കൻ പവലിയനിൽ നിന്ന്. കണ്ടോ, ഒരു സീബ്ര, അതുപോലെ തന്നെ ഹോസ്. ഇത് ഹോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളിത് ആ ക്രാഫ്റ്റിന് വേണ്ടി മേടിച്ചാണ് ഒരു സോൾഡറിങ് അയൺ മേടിച്ചാണ് കേട്ടോ. ഇത് നമുക്ക് ഇലക്ട്രിക്കലി കുത്തിയിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒരു സെറ്റാണിത്. ഇത് രണ്ടും കൂടിയാണ് മേടിച്ചത് കേട്ടോ. 5 റിയാലേ ഉള്ളൂ ഈ സോൾഡറിങ് അയൺ. മറ്റേന് 8 റിയാലോ മറ്റോ അങ്ങനെ രണ്ടും, ഒന്നിന് 8ഉം ഒന്നിന് 5ഉം ആണ് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ക്രാഫ്റ്റും ചെയ്യാം, അതുപോലെ വേറെ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ അതും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പൗച്ചാണ്. ഇത് 5 റിയാലിന് മേടിച്ചതാണ്. നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്ററി ട്രാവൽ പോകുമ്പോൾ യൂസ് ചെയ്യാമല്ലോ, അതിനാണ് കേട്ടോ. പിന്നെ ഇതാണ് ഒരു സംഭവം. ഇത് നമുക്ക് നമ്മളുടെ ട്രാവൽ ബാഗ് എന്ന് പറയുന്നതിന്, അതായത് നമുക്ക് ഫ്ലാഷ് മെമ്മറി, സിം കാർഡ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ടിട്ട് നമ്മുടെ ബാഗിലിട്ട് കൊണ്ടുനടക്കാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഐറ്റംസ് എന്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ അതിൽ നിന്ന് കിട്ടിയത് നെയിൽ കട്ടറാണ് കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. നല്ലതാണോ എന്നൊന്നും അറിയില്ല, യൂസ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല. കാണാൻ നല്ല രസമുണ്ട്. അങ്ങ് മേടിച്ച് വെച്ചു. റേറ്റും ഭയങ്കര കുറവാണ് കേട്ടോ. ഇത് ഡേ ടു ഡേ എന്നാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇതിൽ മിക്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത്. ഡേ ടു ഡേ എന്ന് മേടിച്ചതും അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളും ഇതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം, ഇത് വാട്ടർ കളറാണ്. ഇത് മേടിക്കാനുള്ള കാരണം ഈ ഒരു ബ്രഷ് പെന്നാണ് കേട്ടോ. ബ്രഷ് പെൻ ഞാൻ സൗദിയിൽ കുറേ തപ്പി, എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഡേ ടു ഡേയിൽ പോയപ്പോൾ ഈ ഒരു ബ്രഷ് പെൻ ഇരിക്കുന്നു. ഞാൻ കുറേ ചോദിച്ചു, ഈ പെന്ന് മാത്രമായിട്ട് കിട്ടുമോ ചോദിച്ചു. പക്ഷേ ഇല്ല, ഈ പെന്ന് മാത്രമായിട്ടില്ല, ഇങ്ങനെ ഒരു സെറ്റായിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു എന്തായാലും ഇരിക്കട്ടെ, വാട്ടർ കളറൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ട്, എങ്കിലും ഞാൻ ചോദിച്ചു ഓക്കെ ഇരിക്കട്ടെ വെച്ചിട്ട് ബ്രഷ് പെന്നിന് വേണ്ടി ഈ ഫുൾ സെറ്റ് മേടിച്ചു. കുഴപ്പമില്ല തോന്നുന്നു. ഇതിലിതാ ഒരു ഫുൾ സെറ്റ് വാട്ടർ കളർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പെൻസിലുണ്ട്, സ്പോഞ്ച് ഉണ്ട്, ഇറേസർ ഉണ്ട്. അതുകൂടാണ്ട് ഒരു ബുക്കും കൂടെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാം പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ. ഇനി ഇതൊരു സെറ്റാണ്. ഇതിലിതാ എല്ലാ ഐറ്റംസും ഉണ്ട്. സ്കെച്ച് പെന്നുണ്ട്, കളർ പെൻസിലുണ്ട്, അതുപോലെ തന്നെ പെൻസിലുണ്ട്, ക്രയോൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച ടേപ്പ്. ഇതിങ്ങനെ ഒരു ഫുൾ സെറ്റ് 7 എണ്ണത്തിന് 7 റിയാലാണ് വരുന്നത്. പിന്നെ കുറച്ച് സംഭവം എനിക്ക് അവിടെ പോയപ്പോൾ ഞാനിങ്ങനെ സ്പൂൺ ക്രാഫ്റ്റിന് വേണ്ടി അന്വേഷിച്ചപ്പോൾ സിസ്റ്റർ എടുത്ത് തന്നതാണ് കേട്ടോ. അവളുടെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി തന്നതാണ് എനിക്കിത്. അപ്പോൾ നമുക്കിതൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നിങ്ങൾ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. ഇത് ഞാൻ കുറച്ച് വ്ളോഗ് ചാനലിൽ നമ്മുടെ സുജിത് ഭക്തൻ അങ്ങനെയുള്ള ഹാപ്പി ഫാമിലിയിലൊക്കെ കണ്ട ഒരു സംഭവമാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ അന്നേ എനിക്ക് എന്നെങ്കിലും നമ്മളവിടെ പോകുമ്പോൾ മേടിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. മൊറോക്കോ മറ്റോ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാനിത് ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ അടുത്ത പവലിനിയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ.
അപ്പോൾ റേറ്റ് എനിക്ക് അത്രയും കൂടെ ഓർമ്മയില്ല. അപ്പോൾ അത് പല റേറ്റാണ് കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക, ഓരോന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാമല്ലേ. അപ്പോൾ ഇതൊരു വേറൊരു ആവശ്യത്തിന് കൂടി മേടിച്ചാണ്, വേറൊരു കാര്യം നടക്കുകയാണെങ്കിൽ അവിടെ വെക്കാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തും കൂടി മേടിച്ചാണ്. അന്നേ അവരുടെ വീഡിയോ കണ്ടപ്പോൾ എന്തെങ്കിലും അവിടെ പോകുമ്പോൾ മേടിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെയൊന്നും പോകേണ്ടി വന്നില്ല. അവരുടെ പവലിയനിൽ പോയപ്പോൾ തന്നെ കിട്ടി, കണ്ടപ്പോൾ തന്നെ അങ്ങ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് സ്റ്റോർ ചെയ്തൊക്കെ വെച്ച് നമുക്കിങ്ങനെ ഒരു സെറ്റായിട്ട് വെക്കാനൊക്കെ നല്ല രസമായിരിക്കും, ടേബിൾ ഡെക്കോറായിട്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു കീ പൗച്ചാണ്. നമുക്കിങ്ങനെ ട്രാവലൊക്കെ പോകുമ്പോൾ പല കീ ഉണ്ടാവുമല്ലോ, വീടിൻ്റെ കീ, കാറിൻ്റെ കീ, അങ്ങനെ ലഗേജ്, അങ്ങനെ പല സാധനങ്ങളുണ്ടാവില്ല. അതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പോവാതെ ഇരിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതൊരു സംഭവം, ഇത് നമ്മൾ മേടിച്ചത് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് ഇതേപോലത്തെ 2 മേടിച്ചുള്ളൂ. ജസ്റ്റ് ഞാനൊരു ഭംഗിക്ക് വേണ്ടി, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മേടിച്ചാണ്. ഇത് നമ്മുടെ ഡക്ക് ടേപ്പാണ്. ഇത് നമ്മൾ ഡേ ടു ഡേ എന്ന് മേടിച്ചാണ് കേട്ടോ. ചെറിയ റേറ്റേ ഉള്ളൂ. ഇനി ഈ ഒരു സംഭവം, ഇത് ഐക്യെന്ന് മേടിച്ച സാധനമൊന്നും അല്ല കേട്ടോ. ഇത് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് സംഭവം എന്ന്. ഇതാണ് സംഭവം. ഇത് മനസ്സിലായോ എന്താണെന്ന്? ഇത് നമ്മുടെ മഡ്കാട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് മേടിച്ച് കുടിച്ചതാണ് കേട്ടോ. അതായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടതാണ്. അപ്പോൾ പൊട്ടാതിരിക്കാനായിട്ട് സിസ്റ്റർ ഇങ്ങനത്തെ ഈ ഒരു കവർ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നതാണ്. അപ്പോൾ അതിങ്ങനെ റാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടതാണ്. എല്ലാവരും അത് കുടിച്ചിട്ട് കളയായിരുന്നു, പക്ഷെ ഞാനത് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് കൊണ്ടുവന്നു എന്ന് മാത്രം. ഇനി ഇതൊരു സ്ട്രൈറ്റ്നറാണ്. അപ്പോൾ ഇത് ഡേ ടു ഡേ എന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. നല്ലത് യൂസ് ചെയ്യണ്ടല്ലോ, അപ്പോൾ ഇത് മതിയല്ലോ വെച്ചിട്ട് ഇങ്ങനെ മേടിച്ചാണ് കേട്ടോ. പിന്നെ ഇതൊരു ബാഗ്. ഇത് നമ്മൾ വേറെ ഏതൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നല്ല ഓഫറായിരുന്നു. ഓഫറിൽ 69 റിയാൽസിന് ഇത് കിട്ടി. അപ്പോൾ അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത കുറച്ച് ഐറ്റംസാണ് കേട്ടോ നമ്മളവിടെ മേടിച്ചത്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ഐറ്റംസും റേറ്റ് കുറവ് തോന്നിയതൊക്കെയാണ് നമ്മൾ മേടിച്ചത്. പിന്നെ കുറേ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ക്രാഫ്റ്റൊന്നും മേടിച്ചില്ല എന്ന് മാത്രം. പക്ഷേ കണ്ട് ആസ്വദിച്ച് പോന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. റേറ്റ് എനിക്ക് ഇവിടെ കിട്ടുന്നില്ലെങ്കിലും വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നല്ലൊരു ഷോപ്പാണ് ഡേ ടു ഡേയും അതുപോലെ തന്നെ ഗിഫ്റ്റ് മാർക്കറ്റും. അധികം സാധനങ്ങളും ഞാൻ ഡേ ടു ഡേ എന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.